Questioning the Universe, AEC, English Language Skills for Sciences. അതിലെ ആദ്യത്തെ ചാപ്റ്റർ, Questioning the Universe. So just before that, I want to tell something about Stephen Hawking, because this is the speech of Stephen Hawking. ഈ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പറയാം. സ്റ്റീഫൻ ഹോക്കിംഗ്, ആ ഒരു പേര് അറിയാത്ത ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഹി വാസ് സച്ച് കൈൻഡ് ഓഫ് എ ഫിഗർ, സച്ച് കൈൻഡ് ഓഫ് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പകാലം മുതൽക്കേ ചലനശേഷി നഷ്ടപ്പെടുകയും വീൽ ചെയറിലാവേണ്ടി വരികയും, പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, അദ്ദേഹം കണ്ടുപിടിച്ച സത്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയുന്നത് അത് വലുതായിരുന്നു. തീർച്ചയായിട്ടും സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് പലർക്കും ഒരു ഇൻസ്പിറേഷനാണ്, പലർക്കും ഒരു മോട്ടിവേഷനാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, തളർന്ന ശരീരത്തിനുള്ളിലെ തളരാത്ത മനസ്സായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച സത്യങ്ങൾ അദ്ദേഹം ഒരു കോസ്മോളജിസ്റ്റാണ്. സോ കോസ്മോളജി എന്ന് പറയുന്നത് എന്താണ്? ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു സയൻസാണ്. അപ്പോൾ ആ കോസ്മോളജിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ കുറേയധികം കണ്ടെത്തലുകൾ, അതെല്ലാം ലോകം വളരെയധികം കൗതുകത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്പീച്ചിൽ നമുക്ക് പഠിക്കാനുള്ള കോണ്ടൻറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് പ്രപഞ്ചത്തിനെ കുറിച്ച്, ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വേർ ഡിഡ് വി കം ഫ്രം, നമ്മൾ എവിടെ നിന്നാണ് വന്നത്? അതുപോലെ തന്നെ ഹൗ ദ യൂണിവേഴ്സ് ബിഗിൻ, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്? ഈസ് ദർ എനി പ്രസൻസ് ഓഫ് ഏലിയൻസിൻ്റെ പ്രസൻസ് ഉണ്ടോ? വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ റേസിൻ്റെ മാനവരാശിയുടെ ഫ്യൂച്ചർ എന്തായിത്തീരും, എന്തായിരിക്കും? അപ്പോൾ അങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരങ്ങളും അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. സോ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ AECയിലുള്ള ആദ്യത്തെ ഒരു ചാപ്റ്ററായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യനിങ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന് ചോദ്യം ചെയ്യുകയാണ് അല്ലേ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നേരെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമുക്ക് ചോദിക്കാൻ നമ്മുടെ കുറച്ചധികം ഡൗട്ട്സുകൾ, ചോദ്യങ്ങൾ, അതിൻ്റെ കുറച്ച് ഉത്തരങ്ങൾ, അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് ഈ പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. Hi dear students, it's me Subish. Today we are going to discuss the chapter Questioning the Universe. Calicut University AEC, English Language Skills for Sciences എന്നുള്ള ഏരിയയിലുള്ള മൊഡ്യൂൾ 1, ചാപ്റ്റർ 1, Questioning the Universe. സോ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. തീർച്ചയായിട്ടും പ്രപഞ്ചത്തിനെക്കുറിച്ച് കണ്ടെത്തലുകൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു സ്പീച്ചിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ സ്റ്റീഫൻ ഹോക്കിംഗ്, he was English theoretical physicist and cosmologist, and famous for greatest scientific achievements. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. Stephen Hawking, he tells there is nothing bigger or older than the universe. അപ്പോൾ ആദ്യം തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് അഭിപ്രായപ്പെടുകയാണ്. അദ്ദേഹം പറയുകയാണ്, പ്രപഞ്ചത്തിനേക്കാൾ വലിയ, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിനേക്കാൾ പഴക്കം ചെന്ന മറ്റൊന്നില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ആൻഡ് ഹി വാണ്ട് ടു ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നു. സോ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. വേർ ഡിഡ് വി കം ഫ്രം, ഹൗ ഡിഡ് ദ യൂണിവേഴ്സ് കം ഇൻ ടു ബീയിങ്, എവിടെ നിന്നാണ് നമ്മൾ വന്നത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ആർ വി അലോൺ ഇൻ ദ യൂണിവേഴ്സ്, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? ഈസ് ദർ ഏലിയൻ ലൈഫ് ഔട്ട് ദർ, എന്തെങ്കിലും ഏലിയൻ പ്രസൻസ് ഉണ്ടോ? ആൻഡ് വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഹ്യൂമൻ റേസ്, എന്താണ് മാനവരാശിയുടെ ഭാവി എന്ന് പറയുന്നത്? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ചോദ്യങ്ങൾ അദ്ദേഹം പറയുകയും അതിൻ്റെ ആൻസർ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഒരു സ്പീച്ചിൽ. സോ നമുക്ക് ഒന്നാമത്തേതിലേക്ക് പോകാം. വേർ ഡിഡ് വി കം ഫ്രം, ഹൗ ഡിഡ് ദ യൂണിവേഴ്സ് കം ഇൻ ടു ബീയിങ്, ഇവിടെ നിന്നാണ് നമ്മൾ ഉണ്ടായത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഫോം ചെയ്തത്? See, until the 1920s, everyone thought the universe was chronologically constant. Then it was discovered that the universe is expanding. Distant galaxies were moving away from us. So that means 1920s വരെ എല്ലാവരും വിചാരിച്ചിരുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്.
ദെൻ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയല്ല, അത് തെറ്റാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. സോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദിസ് മീൻസ് ദേ മസ്റ്റ് ഹാവ് ബീൻ ക്ലോസർ ഇൻ ദ പാസ്റ്റ്. If we reanalyze, we must have all been on top of each other about 15 billion years ago. This was the Big Bang, the beginning of the universe. അതായത് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ടൊരിക്കൽ ഈ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടി അടുത്തായിരുന്നു, കുറച്ചുകൂടി ക്ലോസ് ആയിരുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ഉള്ള നമ്മൾ ഈ കാണുന്ന ഗാലക്സി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന യൂണിവേഴ്സ് അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, കാലങ്ങളായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ മുൻപ് അവയൊക്കെ കുറേ കൂടി അടുത്തായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ, പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു വികസനം എന്ന് പറയുന്നത് ഒരു ബിഗ് ബാങ് തിയറിയിൽ നിന്നാണ്. ദ ബിഗ് ബാങ് തിയറി ആൻഡ് ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ യൂണിവേഴ്സ്. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉൽപ്പത്തി അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ്, ബിഗിനിങ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു തിയറിയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, വാസ് ദർ എനിത്തിങ് ബിഫോർ ദ ബിഗ് ബാങ്? ബിഗ് ബാങ്ങിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇഫ് നോട്ട്, അല്ല എങ്കിൽ വാട്ട് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്? പ്രപഞ്ചത്തിന് എന്താണ് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത്? ആൻഡ് വൈ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം ദ ബിഗ് ബാങ്? ഹി ടെൽസ് ദ തിയറി ഓഫ് കോസ്മോളജി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നെങ്കിൽ പോലും കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. അതല്ലെങ്കിലും അങ്ങനെയാണ്, സയൻസ് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. കാരണം ഇന്ന് ശരിയാണ് എന്ന് പഠിക്കുന്ന ചില കാര്യങ്ങൾ പിന്നീട് ഒരിക്കൽ തെറ്റാണ് എന്ന് ചിലപ്പോൾ തെളിയിക്കപ്പെടാം. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ് എന്നായിരുന്നു അന്ന് എന്നെ പഠിപ്പിച്ചിരുന്നത്. അന്ന് സയൻസ് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് സയൻസ് അത് തിരുത്തി. പിന്നീട് ഇപ്പോൾ നമുക്കറിയാം പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല. ഇന്നത്തെ കുട്ടികളെ പ്ലൂട്ടോ ഒരു ഗ്രഹം ആയിട്ട് പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പ്ലൂട്ടോ ഒരു ഗ്രഹമാണ് എന്നുള്ള രീതിയിൽ ഗ്രഹങ്ങളുടെ പേര് പറയുക എന്നൊക്കെ പറയുമ്പോൾ പ്ലൂട്ടോയുടെ പേര് പറയണമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല എന്നുള്ളത് സയൻസ് തെളിയിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ശരിയാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നാളെ തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് തെളിവുകൾ ചിലപ്പോൾ സയൻസ് കൊണ്ടുവരും. അപ്പോൾ ഒന്നും ശാശ്വതമായ മറുപടികളല്ല എന്നുള്ളൊരു കാര്യവും അതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, കോസ്മോളജിയെക്കുറിച്ച് പറയുന്നു. കോസ്മോളജി എന്ന് പറയുന്നത് എന്താണ്? ദ സയൻസ് ഓഫ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഈ കോസ്മോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ്, ലോസ് സച്ച് ആസ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആൻഡ് ജനറൽ റിലേറ്റിവിറ്റി ഡിറ്റർമൈൻഡ് ദ എവല്യൂഷൻ ഓഫ് ദ യൂണിവേഴ്സ്. അതായത് മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻസ് അതുപോലെ തന്നെ ജനറൽ റിലേറ്റിവിറ്റി തുടങ്ങിയ സിദ്ധാന്തങ്ങളൊക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ എവല്യൂഷനുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദർ ഈസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്, പ്രാരംഭ ഘട്ടത്തിനെക്കുറിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അതിന് ഉത്തരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് ഹി ടെൽസ് until recently we had little understanding of the initial conditions of the universe. However, this division into evolutionary laws and initial conditions depends on time and space being specific and distinct. അതായത് അദ്ദേഹം പറയുകയാണ്, പിന്നെ ഇപ്പോൾ വരെ ഈ അടുത്ത് വരെ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ അധികം അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് എവല്യൂഷണറി ലോസ് അതുപോലെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ടൈം ആൻഡ് സ്പേസ്. ഇതൊക്കെ സമയത്തിനെയും കാലത്തിനെയും അതുപോലെ സ്പേസിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. In extreme cases, general relativity and quantum theory allow time to behave like another dimension of space. This eliminates the distinction between time and space, and the laws of evolution can determine the initial state as well. അതായത് ജനറൽ റിലേറ്റിവിറ്റി അതുപോലെ ക്വാണ്ടം തിയറി ഇതൊക്കെ സ്പേസുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ദിസ് എലിമിനേറ്റ്സ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടൈം ആൻഡ് സ്പേസ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ആൻഡ് ഹി ടെൽസ് ദ യൂണിവേഴ്സ് ക്യാൻ ക്രിയേറ്റ് ഇറ്റ് സെൽഫ് ഔട്ട് ഓഫ് നത്തിങ്. പ്രപഞ്ചം ഒരുപക്ഷെ ഉണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്നായിരിക്കാം, ശൂന്യതയിൽ നിന്നുമായിരിക്കാം പെട്ടെന്നൊരിക്കൽ പ്രപഞ്ചം ഉണ്ടായത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇനി രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ,
ആർ വി എലോൺ ഇൻ ദ യൂണിവേഴ്സ്? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കേ ഉള്ളൂ? ഈസ് ദർ ഏലിയൻ ലൈഫ് ഔട്ട് ദർ? ഇതിൻ്റെ പുറത്ത് ഏലിയൻസ് ഉണ്ടോ, ഏലിയൻ ലൈഫ് ഉണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, he tells we believe that life arose spontaneously on earth, so it must be possible for life to appear on other suitable planets. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും ഉണ്ട് അല്ലേ പ്രപഞ്ചത്തിനെ കുറിച്ച്. അപ്പോൾ മേ ബി അങ്ങനെ ഒരു ഏലിയൻ പ്രസൻസ് ഉണ്ടാകുമായിരിക്കാം. നമ്മളുടെ കണ്ടെത്തലുകൾക്കും അപ്പുറം ഒരു ബോർഡർ ലൈനിൽ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഏലിയൻ പ്രസൻസുകളൊക്കെ സ്യൂട്ടബിൾ പ്ലാനറ്റ്സിൽ അല്ലെങ്കിൽ ഗ്രഹങ്ങളിലൊക്കെ മേ ബി ഉണ്ടാകുമായിരിക്കാം. ഹി ടെൽസ് വി ഡോണ്ട് നോ ഹൗ ലൈഫ് ഫസ്റ്റ് അപ്പിയർഡ്. They have two observational lines of evidence for the possible emergence of life. അദ്ദേഹം 2 ഒബ്സർവേഷൻസ് പറയുകയാണ്, നിരീക്ഷണങ്ങൾ പറയുകയാണ്. എന്തൊക്കെയാണ്? The first is that they have fossils of algae dating back 3.5 billion years. അപ്പോൾ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആൽഗയുടെ ഒക്കെ ഫോസിൽസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. And Earth formed about 4.6 billion years ago and was very hot for the first half billion years. അപ്പോൾ ഭൂമി എർത്ത് 4.6 ബില്യൺ മുമ്പ് ഉണ്ടാവുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു 1/2 ബില്യൺ ഇയേഴ്സ് എന്ന് പറയുന്നത് ഭൂമിയിൽ ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ഹോട്ട് ടെമ്പറേച്ചറായിരുന്നു, നല്ല ടെമ്പറേച്ചറായിരുന്നു. ആൻഡ് ദെർഫോർ ലൈഫ് അപ്പിയേർഡ് ഓൺ ദ എർത്ത് വിത്തിൻ 1/2 ബില്യൺ ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് ബീയിങ് പോസിബിൾ. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് അതിൽ ജീവനുകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഇനി അതല്ല മറ്റൊരു വഴിയിലാണെങ്കിൽ, ഹി ടെൽസ് ദേ ഡോണ്ട് സീം ടു ഹാവ് ബീൻ വിസിറ്റഡ് ബൈ ഏലിയൻസ്. നമ്മളിതുവരെയും എന്തിനെ കണ്ടുപിടിച്ചിട്ടില്ല? ഏലിയൻസിനെ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിതുവരെയും ഏലിയൻസിനെ കണ്ടിട്ടില്ല. സോ അവരില്ല എന്നുള്ള രീതിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം. ഹി കൺഫേംസ് ദാറ്റ് ദർ ആർ നോ എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻസ് അറ്റ് അവർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് വിത്തിൻ എ ഫ്യൂ ഹൺഡ്രഡ് ലൈറ്റ് ഇയേഴ്സ്. ഇപ്പോൾ 100 പ്രകാശ വർഷം അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ കണ്ടെത്തലുകൾക്കുള്ളിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏലിയൻസിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഏലിയൻ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കിയതിൽ വെച്ച് ഏലിയൻസ് ഇല്ല. ചിലപ്പോൾ ഇനിയും മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. മേ ബി അവ ഉണ്ടാകാം. ചുരുക്കി പറഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ അദ്ദേഹം നൽകുന്നില്ല, ഏലിയൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. രണ്ടിനും സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ ദ തേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ റേസ്? ഓക്കെ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഹ്യൂമൻ റേസ്? എന്തായിരിക്കും ഹ്യൂമൻ റേസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഭാവി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നത്, ഹി ടെൽസ് ഇഫ് വി ആർ ദ ഓൺലി ഇൻ്റലിജൻറ്റ് ബീയിങ് ഇൻ ദ ഗാലക്സി. അപ്പോൾ ഗാലക്സിയിലുള്ള നല്ല ബുദ്ധിശക്തിയുള്ള ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് നമ്മളാണ് എങ്കിൽ, വി മസ്റ്റ് എൻഷുർ ദാറ്റ് വി സർവൈവ് ആൻഡ് കണ്ടിന്യൂ. തീർച്ചയായിട്ടും നമ്മൾ സർവൈവ് ചെയ്യും, നമ്മൾ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും. പക്ഷേ വി ആർ എൻറ്ററിങ് എ ഡേഞ്ചറസ് പീരിയഡ് ഇൻ അവർ ഹിസ്റ്ററി. അദ്ദേഹം നമ്മുടെ ലോകത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പോപ്പുലേഷൻ ആൻഡ് യൂസ് ഓഫ് എർത്ത്സ് ലിമിറ്റഡ് റിസോഴ്സസ് ആർ ഗ്രോവിങ് അലോങ് വിത്ത് അവർ ടെക്നോളജിക്കൽ എബിലിറ്റി ടു ചേഞ്ച് ദ എൻവിറോൺമെൻറ്റ് ഫോർ ബെറ്റർ ഓർ വേഴ്സ്. നമ്മുടെ പോപ്പുലേഷൻ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഭൂമിയിലെ റിസോഴ്സുകൾ അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മീൻസ് നാച്ചുറൽ റിസോഴ്സസും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി ഇതിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഒരു മോശം നാളെ ആയിരിക്കും നമ്മളാൽ സൃഷ്ടിക്കപ്പെടുക എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. He tells our genetic code still carries selfish and aggressive instincts that is harmful for earth. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ട്? ജനറ്റിക് കോഡായിട്ടുള്ള, അതായത് ഈ പറയുന്ന സെൽഫിഷ്, അഗ്രസീവ് ഇൻസ്റ്റിങ്ക്റ്റ്, ഇതൊക്കെ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഭൂമിക്ക് ഹാംഫുള്ളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഹി വാണ്ട്സ് ടു അവോയ്ഡ് ഡിസാസ്റ്റർ ഇൻ ദ നെക്സ്റ്റ് 100 years.
അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദുരന്തം, നമ്മൾ ഇനി വരാൻ പോകുന്നൊരു ദുരന്തമൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇപ്പം നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഈ കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഉണ്ടാവാനൊരു പരിധിവരെ കാരണം മനുഷ്യനാണ് എന്ന് പറയാറുണ്ട്. മനുഷ്യൻ, വനനശീകരണമാകട്ടെ, അതല്ലെങ്കിൽ മറ്റേത് രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും, പൊല്യൂഷനാകട്ടെ, ഏത് രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും മനുഷ്യനാണ് പലപ്പോഴും പ്രകൃതിയെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല നാളെ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവാതിരിക്കാൻ കാരണമാകും. അപ്പോൾ നല്ല രീതിയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ടെക്നോളജി, നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ റിസോഴ്സസ് ഇതെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ ടുമോറോ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ആൻഡ് ഹി ടെൽസ് അവർ ഓൺലി ചാൻസ് ഫോർ ലോങ് ടേം സർവൈവൽ ഈസ് നോട്ട് ടു റിമൈൻ ഓൺ എർത്ത്. അദ്ദേഹം പറയുകയാണ്, അപ്പോൾ നമ്മളുടെ ഒരു ലോങ് ടേം സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല, ബട്ട് ടു എക്സ്പാൻഡ് ഇൻ ടു സ്പേസ്. നമ്മൾ കൂടുതൽ വിശാലമായിട്ട് പോകണം, അല്ലേ? നമ്മൾ കൂടുതൽ ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കണം. പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കണം, ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കണം, അങ്ങനെ ജീവൻ്റെ പോസിബിലിറ്റീസ് ഉള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കണം. അവിടേക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളാവരുത് എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ പറ്റണം, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനും പറ്റണം. So the answers to these big questions show that we have made remarkable progress in the last 100 years. But if we want to continue beyond the next 100 years, our future is in space. And in the last of the speech, he tells that he had tried to understand universe throughout his life. His disability gave him more time than others to think and research. അദ്ദേഹം പറയുകയാണ്, ഈ സ്പീച്ചിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹി ട്രൈഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ യൂണിവേഴ്സ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ഹിസ് ഡിസബിലിറ്റി ഗേവ് ഹിം മോർ ടൈം ദാൻ അതേഴ്സ് ടു തിങ്ക് ആൻഡ് റിസർച്ച്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ഡിഫക്റ്റിനെ, അതല്ലെങ്കിൽ ബോഡി ഡിഫക്റ്റ് എന്ന് ഞാൻ അതിനങ്ങനെ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസബിലിറ്റി എങ്കിൽ പോലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസബിലിറ്റിയെ അദ്ദേഹം പോസിറ്റീവായിട്ട് കാണുകയാണ്. തൻ്റെ ആ ഒരു ഡിസബിലിറ്റി തനിക്ക് കൂടുതൽ ചിന്തിക്കാനും റിസർച്ച് ചെയ്യാനും സമയമുണ്ടാക്കി തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഗറ്റീവായുള്ള ആ ഒരു കാര്യത്തിനെ, അദ്ദേഹത്തിന് സംഭവിച്ച ആ നെഗറ്റീവുള്ള ആ ഒരു കാര്യത്തിനെ അദ്ദേഹം പോസിറ്റീവായിട്ട് മാറ്റുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്പയറിംഗ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആണ്. ജീവിതത്തിലൊരു തളർച്ച വരുമ്പോൾ തളർന്ന് കിടക്കാതെ അത് പോസിറ്റീവാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റണം. Anyway, he concludes his speech with the words that the ultimate goal is the complete theory of universe. അപ്പോൾ അദ്ദേഹം ഈ സ്പീച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ദ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ കംപ്ലീറ്റ് തിയറി ഓഫ് യൂണിവേഴ്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴും യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുമ്പ് നേരത്തെ ഡിസ്കസ് ചെയ്ത പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടല്ല അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ കൺഫ്യൂഷൻസ് പലപ്പോഴും ഉണ്ട്. അതൊന്നും കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയുള്ള ഒരു തിയറി യൂണിവേഴ്സിനെ കുറിച്ച്, അതാണ് അൾട്ടിമേറ്റ് ഗോളായിട്ട് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എനിവേ, താങ്ക് യു.